ഭീകരമായിട്ടാണ് അത്. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ചെന്ന് അവസാനിക്കുന്നത് മതപരമായിട്ടുള്ള ഭിന്നിപ്പിന്റെ ഭയങ്കര BJP കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു വിചാരിക്കുന്നത്? വളർന്നു വന്നാലും വന്നില്ലെങ്കിലും സംഭവിക്കാനുള്ളതിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അധികാരത്തിൽ സത്യത്തിൽ ഇവർ അധികാരത്തിൽ എത്തുന്ന വർഗീയത കുറയാൻ കുറച്ചുകൂടെ കാരണം. ഈ അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഭിന്നിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരുപക്ഷെ ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും തമ്മിലടിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം അവർ സമാധാനം അവിടെ നിന്ന് ഭരിച്ചോളും. ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നത്. ഇതിൽ BJP മാത്രമല്ല കേട്ടോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒട്ടും മോശമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന്റെ അപ്പോസ്തലന്മാരായിരുന്നു. പണ്ട് ജാതി പറഞ്ഞായിരുന്നു തമ്മിലടിപ്പിച്ചെങ്കിൽ ഇന്ന് മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ അടുത്തിടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. കാരണം അവർ ഒരേ സമയം തന്നെ ഹിന്ദു വർഗീയവാദത്തെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാം വർഗീയവാദത്തെ അവര് പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ റിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ട നിന്നിട്ട് ഇവർക്ക് വർഗീയവാദത്തെ എതിർക്കുമായിരുന്നു. ഇടയ്ക്ക് എവിടെയോ അവര് പാളി, അവര് മറ്റതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അപ്പുറത്തതിനെ എതിർക്കാൻ വേണ്ടി അപ്പുറത്തതിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നത്തിലേക്ക് മാറി. ഇപ്പം കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എതിർപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട്.